ഈ വേർഡിനെ ജ്യൂസ് എന്ന് വായിക്കാനാവും നമ്മൾ മലയാളികൾക്കൊക്കെ ഇഷ്ടം. അതിന് കാരണം നമ്മൾ മലയാളത്തിൽ ആ വേർഡിനെ ഇങ്ങനെയാണ് എഴുതുന്നത്. ജ കഴിഞ്ഞിട്ട് ഒരു യ അടയാളം കൂടെ ചേർക്കും. അതിന് കാരണമായിട്ട് നമ്മൾ മലയാളികൾ പറയുന്നത് JUICE എന്നാണല്ലോ ഇതിന്റെ സ്പെല്ലിംഗ്. അപ്പോൾ ഒരു യ അടയാളം വേണമെന്നാണ്. എന്നിട്ട് നമ്മൾ എല്ലാവരെയും അങ്ങനെ പഠിപ്പിക്കും. കുട്ടികളൊക്കെ ജ്യൂസ് എന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ അത് തെറ്റാണ്. ഇറ്റ് ഷുഡ് ബി പ്രൊനൗൺസ്ഡ് ജ്യൂസ്. ജ്യൂസ് എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കും. നാട്ടിൻപുറത്തെ തട്ടുകടക്കാരൻ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് ജ്യൂസ് എന്ന് ബോർഡ് എഴുതി വെച്ച് പോവുകയാണെങ്കിൽ അത് തെറ്റാണ്, വളരെ മോശമാണ് എന്ന് നമ്മൾ ക്ലാസ് എടുക്കും. എന്നാൽ എന്താ ഇംഗ്ലീഷിലെ കഥ? ഇംഗ്ലീഷിൽ ജിയ എന്നൊരു ശബ്ദമില്ല. ഇംഗ്ലീഷിൽ ജ ഉണ്ട്, യായും ഉണ്ട്. പക്ഷെ രണ്ടും കൂടി ചേർത്തിട്ട് ജ്യ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഇംഗ്ലീഷ് ഭാഷയിൽ ഇല്ലേ ഇല്ല. ഈ വേർഡിന്റെ ഫൊണറ്റിക്സിൽ എഴുതിയിരിക്കുന്ന പ്രൊനൗൺസിയേഷൻ നോക്കുക. ദിസ് ഈസ് ദ വേ ഇറ്റ്സ് പ്രൊനൗൺസിയേഷൻ ഇസ് റിട്ടൺ ഇൻ ഫൊണറ്റിക്സ്. അതിൽ ആദ്യം കാണുന്നത് ജ എന്ന ശബ്ദമാണ്. ജ. പിന്നെ കാണുന്നത് ഉ, പിന്നെ സ്. ജ്, ഉ, സ്. ഇങ്ങനെ 3 എലിമെന്റ്സ് മാത്രമേ അതിനകത്തുള്ളൂ. മൂന്നും കൂടെ ചേർത്ത് വായിച്ചിരുന്നാൽ ഇറ്റ് ബിക്കംസ് ജ്യൂസ് ആൻഡ് നോട്ട് ജ്യൂസ്. ജ്യൂസ് എന്ന് പറയാനായിട്ട് നാലാമത് മറ്റൊരു എലിമെന്റ് വേണം. അതില്ല. നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡിക്ഷണറി പരിശോധിച്ച് നോക്കുക. ഓക്സ്ഫോർഡിലോ കേംബ്രിഡ്ജിലോ അല്ലെങ്കിൽ വേണ്ട ഗൂഗിളിലോ ചാറ്റ് ജിപിടിയിലോ ഒക്കെ നോക്കുക. അവിടെയൊക്കെ ഇതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ കാണാൻ പറ്റും. അത് ജ്യൂസ് എന്നേ കാണുള്ളൂ. അവിടെ അതിന്റെ ഓഡിയോ പ്രൊനൗൺസിയേഷൻ കേൾക്കാൻ പറ്റും. അതും ജ്യൂസ് എന്ന് തന്നെയാവും പറയുക, ജ്യൂസ് എന്നല്ല. പിന്നെ അമേരിക്കൻ ഇംഗ്ലീഷിലും ബ്രിട്ടീഷ് ഇംഗ്ലീഷിലും ഒക്കെ ഇത് ജ്യൂസ് തന്നെയാണ്. അതുകൊണ്ട് ഇനി ജ്യൂസ് എന്ന് പറഞ്ഞു പോകണ്ട, ഇറ്റ് ഈസ് ഓൺലി ജ്യൂസ്. ഇനി അത് മാത്രമല്ല, ഇതിൽ നിന്ന് വരുന്ന വേറൊരു വേർഡ് ഉണ്ട്. ജ്യൂസ് ഉണ്ടാക്കുന്ന മെഷീൻ ഉണ്ടല്ലോ, അതിനെ നമ്മൾ ജ്യൂസർ എന്നാണ് പറയുക. ജ്യൂസർ എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 തെറ്റുണ്ട്. ഒന്ന് യാ അടയാളം ചേർത്തതും, മറ്റൊന്ന് എൻഡിൽ ഒരു ശബ്ദം ഉപയോഗിച്ചത്. ഈ എന്ന് പറയുന്ന ശബ്ദവും ഇംഗ്ലീഷ് ഭാഷയിൽ ഇല്ല. ഇംഗ്ലീഷിൽ റാ ഉണ്ട്, ബട്ട് ഇല്ല. അപ്പൊ നെയും കൂടെ മാറ്റി യാ അടയാളവും മാറ്റി കഴിയുമ്പോൾ ദിസ് വേർഡ് ബിക്കംസ് ജ്യൂസർ. ജ്യൂസർ. ദാറ്റ്സ് ദ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഓഫ് ദാറ്റ് വേർഡ്. ഇനി ജ്യൂസിന്റെ ഒരു ആഡ്ജക്റ്റീവ് ഉണ്ട്. തേനൂറുന്ന, മധുരമായ, ജ്യൂസ് പോലുള്ള എന്നൊക്കെ അർത്ഥമുള്ള ഒരു വേർഡ്. അതിലും യാ അടയാളം മാറ്റി കഴിയുമ്പോൾ that word also becomes juicy. അത് ജ്യൂസി അല്ല, ജ്യൂസി. So what are you waiting for? Come on, let's enjoy some juicy juice from the juicer.